Meet the editors. മുഖ്യമന്ത്രി ബാലനൊപ്പമോ എന്നതാണ് ചോദ്യം. മുഖ്യമന്ത്രി എ.കെ. ബാലനൊപ്പമാണ് എന്നാണോ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ മനസ്സിലാവുന്നത്? അതെ, നമ്മൾ ഇന്നലെ നടത്തിയ ചർച്ചയുടെ തുടർച്ചയാണല്ലോ. ഇന്നലെ എ.കെ. ബാലനെ തിരുത്തണ്ടേ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ തിരുത്തുന്നില്ല എന്നതിൽ മാത്രമല്ല, എ.കെ. ബാലനെ ശരിവെക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി രാവിലെ മാധ്യമങ്ങൾ ഈ വിഷയം ചോദിക്കുമ്പോൾ പാർട്ടി നിലപാട് പാർട്ടി പറയും എന്ന് പറഞ്ഞു പോവുകയാണ്. പക്ഷേ എന്താണ് പാർട്ടി നിലപാട് എന്ന് വിശദമാക്കിയില്ല. പാർട്ടി നിലപാട് പാർട്ടി പറയുമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അത് എ.കെ. ബാലനെതിരായിരിക്കും, അത് ബാലനല്ല പറയേണ്ടത്, പാർട്ടിയാണ് പറയേണ്ടത് എന്നൊരു തോന്നലാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അവസാന ഭാഗത്തിൽ വളരെ വിശദമായി തന്നെ എന്താണ് എ.കെ. ബാലൻ പറഞ്ഞത് എന്നതിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് നടന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നത്തെ കേരളം നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തിന് മുന്നിൽ ഒരു മാതൃകയാണ്. ഒരു വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിൽ ഉണ്ടായിരുന്നു. അതാണ് സഖാവ് എ.കെ. ബാലനെ ഓർമ്മിപ്പിച്ചത്. മാറാട് കലാപം നടന്നതിന് ശേഷം ആ പ്രദേശത്ത് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും സന്ദർശിക്കുമല്ലോ. അന്നത്തെ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കാൻ പോവുകയാണ്, അത് എ.കെ. ആന്റണി. അപ്പോൾ ഒരു സംഘം RSS ആണ് അവിടെ നിബന്ധന വയ്ക്കുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴുള്ള മന്ത്രി വരാൻ പാടില്ല. അതെല്ലാവർക്കും അറിയാം, അത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗസ്റ്റ് ഹൗസിൽ എ.കെ. ആന്റണി അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല. ഇവരുടെ അനുവാദം വാങ്ങിക്കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടായത് എന്താണ് അത് കാണിക്കുന്നത്? അതിൽ മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അന്ന് ഞാൻ പാർട്ടിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലമാണല്ലോ. ഞാൻ അവിടെ പോയിരുന്നു, ആരുടെയും അനുമതി വാങ്ങിയിട്ടല്ല പോയത്. അവിടെ പോയി ആളുകളെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു, തിരിച്ചു വരികയും ചെയ്തു. എന്തിനാണ് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാടെടുത്തത്? അതാണ് UDFൻ്റെ രീതി. UDF വർഗീയതയെ എങ്ങനെ സമീപിക്കൂ എന്നുള്ളതാണ് പ്രശ്നം. ഇത് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളതാണ്. മാറാട് കലാപത്തിൽ എല്ലാ പാർട്ടികളിലെയും അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ലീഗിലെ ചില നേതാക്കളുടെ പേരുകളടക്കം ഉണ്ടായിരുന്നു. അതിൽ CPMൻ്റെ തന്നെ 78 പേർ പ്രതികളാണ്. ആ കലാപം എന്ന് പറയുന്നത്, കലാപം എന്നതിനേക്കാൾ അത് ഒരു തീരപ്രദേശത്തെ ഭാഗമാണ്. ആ ഭാഗത്ത് ഒരു വർഗീയ രൂപത്തിലൊരു സംഘർഷമായി മാറുന്ന കലാപം എന്ന രൂപത്തിലേക്ക് മാറാതിരിക്കാൻ അന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുൻകൈ എടുക്കുന്നുണ്ട്. ഒരു നേതാവ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാകും എന്ന് കാണുകയാണെങ്കിൽ ആ നേതാവ് അവിടേക്ക് പോകാതിരിക്കുകയാണ് ചെയ്യുക. ആ സമീപനം അത് കുഞ്ഞാലിക്കുട്ടി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എ.കെ. ആന്റണി അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടിയെ തടയുകയായിരുന്നില്ല. അന്ന് ലീഗ് എടുത്ത സമീപനം അതായിരുന്നു. അങ്ങനെ ഒരു സമീപനം എടുക്കുമ്പോൾ എന്തുകൊണ്ട് ലീഗിനെ അങ്ങോട്ട് കൊണ്ടുപോയില്ല എന്നുള്ള ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. പിന്നെ ഇപ്പോൾ 5ാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് അന്ന് VD സതീശൻ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ കുഞ്ഞാപ്പ അല്ലേ, കുഞ്ഞൂഞ്ഞ്, പിന്നെ ആരാണ്? കുഞ്ഞുമാണി. ഈ പ്രയോഗം ആരാണ് നടത്തിയിട്ടുള്ളത്? ഇവിടെ CPM ആണ് നടത്തിയിട്ടുള്ളത്. ആ പ്രയോഗം എന്തായിരുന്നു? ഇവിടെ ആര് തീരുമാനിക്കുന്നു, ഇവിടെ ന്യൂനപക്ഷം തീരുമാനിക്കുന്നു എന്ന രൂപത്തിലാണ് അതിനെ അവതരിപ്പിച്ചിരുന്നത്. അങ്ങനെ അവതരിപ്പിച്ചിരുന്ന CPM ഇപ്പോൾ ലീഗിനെ അതായത് വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു പ്രയോഗമുണ്ട്. അത് ലീഗിനോട് പറയുകയാണ്, നിങ്ങളെപ്പോലും തള്ളിയവരാണ്. അതായത് ഇത് ഏത് കാലത്താണ്? 2002, 2004 കാലത്തെ മാറാട് കലാപത്തെ ഇപ്പോൾ 2025 ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? ഞങ്ങളുടെ കാലത്ത് ഒരു കലാപവും ഉണ്ടായിട്ടില്ല. കലാപം ഞങ്ങളുടെ എന്നോ നിങ്ങളുടെ എന്നല്ല, കലാപം ഉണ്ടാകാനേ പാടില്ല എന്നുള്ളതാണ്. അതത് സർക്കാരുകൾ അതിനുള്ള മുൻകൈ എടുക്കണം. ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാതിരിക്കാൻ മുൻകൈ എടുക്കുകയാണ് വേണ്ടത്. ശരി, പിണറായി വിജയൻ്റെ കാലത്ത് അതുണ്ടാകുന്നില്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം, അത് നല്ല കാര്യം തന്നെ. അത് പ്രത്യേകിച്ച് അന്ന് അതുണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് അതുണ്ടായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, മാറാട് കലാപത്തെക്കുറിച്ച് ആരും പറയാതിരിക്കുന്നത് ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ്. പക്ഷേ അന്നത് മാറാട് എന്നൊരു ചെറിയ പ്രദേശത്താണ് നിന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ എത്രത്തോളം വിഭജനം നിലനിൽക്കുന്ന അല്ലെങ്കിൽ വിഭജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഈ പറയുന്ന നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. അന്ന് BJP അത്ര വലിയ പാർട്ടി ആയിട്ടില്ല. അന്ന് നടത്തിയ വർഗീയ പ്രതികരണങ്ങൾ ഇന്നിപ്പോൾ അതിനേക്കാൾ വലിയ പ്രതികരണങ്ങൾ നടത്തുന്ന രൂപത്തിലേക്ക് കാലം മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ആ കാലം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു. എന്തിനാണ്? ഇപ്പോൾ വികസനമുണ്ടല്ലോ, വികസനത്തെക്കുറിച്ച് 100 നാവിൽ പറയാൻ കഴിയുമെന്ന് തന്നെ ഒരു വശത്ത് കൂടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്നുണ്ട്. എന്നാൽ പോലും വികസനം പറയുന്നേ, വികസനം പറഞ്ഞ് വോട്ട് വാങ്ങൂ. എന്തിനാണ് ഈ വർഗീയത പറയുന്നത്? വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വർഗീയതയിൽ മൗനം പാലിക്കുകയും ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് വേറൊരു രൂപത്തിൽ വിഭജനം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ ആദ്യം ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, ഇന്നിപ്പോൾ പറയുന്നത് കുറച്ചുകൂടി മാറ്റുന്നുണ്ട്. അതായത് ലീഗ് അടക്കമുള്ള മുസ്ലിം ന്യൂനപക്ഷത്തെ എതിർക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സാണ്. കോൺഗ്രസിന്റെ നിലപാട് ന്യൂനപക്ഷ വിരുദ്ധമാണ്
എന്ന് സമർത്ഥിക്കാനുള്ള ശ്രമമാണെന്ന് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. പക്ഷേ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ AK ബാലൻ വായ തുറന്നാൽ പാർട്ടിക്ക് വോട്ട് പോകുമെന്നൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ഈ പ്രതികരണം അനാവശ്യവും അസ്ഥാനത്തായിരുന്നു AK ബാലന്റെ പ്രതികരണം എന്നുള്ള നിലപാടാണ് ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്നത്. പാർട്ടി എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഇനി മുന്നോട്ട് പോകാനിരിക്കുന്നത്? ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണോ? AK ബാലനെ ശരിവെക്കുകയാണെങ്കിൽ AK ബാലന് ഇനിയും പറയാം എന്നുകൂടിയാണ്. AK ബാലൻ മാത്രമല്ല, നേരത്തെയും വിജയരാഘവൻ്റേതടക്കമുള്ള പ്രതികരണങ്ങൾ ഇന്നലത്തെ ചർച്ചയിൽ നമ്മളടക്കം പറഞ്ഞിട്ടുള്ളതാണ്. വിജയരാഘവനും ഇത്തരത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകൾ മുമ്പ് നടത്തിയിട്ടുള്ളതാണ്. ഇനിയും അത്തരം പ്രസ്താവനകളും പ്രതികരണങ്ങളുമാണോ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാനിരിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വികസന നേട്ടങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് വോട്ട് നേടുവെന്നേ. ഇപ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങളിലെ പൊള്ളത്തരം ചൂണ്ടിക്കാണിക്കൂ. നിങ്ങൾ അത് ചെയ്തില്ല, നിങ്ങളുടെ ആ കാലത്ത് ഇത് ചെയ്തില്ല, ഞങ്ങൾ ഇത് ചെയ്ത് കാണിക്കുന്നു. ഈ 10 വർഷം കൊണ്ട് ചെയ്ത കാര്യമുണ്ടല്ലോ, വെറും 5 വർഷമല്ലോ, 10 വർഷത്തെ നേട്ടങ്ങളല്ലേ എണ്ണി കാണിക്കാനുള്ളത്. അത് പറഞ്ഞ് വോട്ട് വാങ്ങിക്കണം. എന്തിനാണ് ഈ പ്രതികരണം നടത്തുന്നത്? അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല എന്നതുകൊണ്ട്, വിഭജനം നടത്തിയാലേ വോട്ട് കിട്ടൂ എന്ന തോന്നലുള്ളത് കൊണ്ട്, ഭൂരിപക്ഷം വോട്ടും പോരട്ടെ, വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനകൾക്ക് കൂടെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനോട് വിമർശിക്കാതെ ആ വോട്ട് വരട്ടെ, ആ വോട്ട് വരുമെന്നാണ് പ്രതീക്ഷ, അങ്ങനെ വരട്ടെ. ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് ലീഗിനെ വിമർശിച്ചുകൊണ്ട്, ലീഗിനെ വിമർശിക്കുകയല്ല, കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് ലീഗിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന രൂപത്തിലാണ് ഇപ്പോൾ പറയുന്നത്. മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയും ലീഗും ചേർന്ന് എന്നായിരുന്നു. ഇപ്പോൾ ലീഗിനെ എതിർത്തുന്ന, അല്ലെങ്കിൽ ലീഗിനെ മാറ്റി നിർത്തി, ലീഗിന് കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ അർഹതയില്ല എന്ന് അന്ന് ചില നേതാക്കൾ പറഞ്ഞതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോൾ അവരിൽ നിന്നും കുറച്ചുപേരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതാണോ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട പ്രചാരണ രീതി എന്ന് CPM ആലോചിക്കേണ്ടതാണ്. ഇതുമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ബാലനെ ശരിവെക്കുന്നതുകൊണ്ട് ഇതാണ് രീതി എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ബാലനൊപ്പമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. AK ആന്റണി അന്ന് രാജിവെച്ചത് എന്തിനാണെന്നൊക്കെയുള്ള നമ്മുടെ മുന്നിലുണ്ട്. ശരിയാണ്, CK ഗോവിന്ദൻ നായർ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. 5ാം മന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട അന്ന് VD സതീശൻ പറഞ്ഞ കാര്യങ്ങളുമുണ്ട്. അതൊക്കെ അതത് കാലത്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ കുഞ്ഞുമാണി, കുഞ്ഞുഞ്ഞ് തുടങ്ങിയ പ്രതികരണങ്ങളൊക്കെ CPM നടത്തിയിട്ടുള്ളത്. ഓരോ കാലത്ത് ഓരോ പ്രതികരണങ്ങൾ അതത് കാലത്ത് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന കലാപങ്ങളൊക്കെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ മാത്രമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇടതുപക്ഷം ഭരിക്കുമ്പോഴും ഉണ്ടായിട്ട്, VS-ന്റെ കാലത്തും ഉണ്ടായിരുന്നു. ഭീമാപ്പള്ളി കലാപമൊക്കെ ഉണ്ടായിരുന്നു VS-ന്റെ കാലത്താണ്. എന്തിനാണത് പിന്നെയും പറയുന്നതെന്നേ? ഇനി ഉണ്ടാകാതിരിക്കുക എന്ന ഏറ്റവും പക്വമായ സമീപനം എടുക്കേണ്ടവരുടെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒട്ടും ആശ്വാസ്യമായ കാര്യമല്ല. മുഖ്യമന്ത്രി AK ബാലനൊപ്പമാണ്, AK ബാലന്റെ വർഗീയ പരാമർശത്തിന് ഒപ്പമാണ് എന്ന് വേണം കരുതാൻ. മുഖ്യമന്ത്രി AK ബാലനൊപ്പമോ എന്നുള്ളതാണ് ചോദ്യം. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ അതൊരു ന്യൂനപക്ഷ വർഗീയത, അല്ലെങ്കിൽ വർഗീയത പറയുന്നു, ഭൂരിപക്ഷ വർഗീയത പറയുന്നു എന്നുള്ള പ്രചരണം ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമാണ്. അതെന്തിനാണ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നതെന്നാണ് യഥാർത്ഥത്തിൽ ഇന്ന് പിണറായി വിജയൻ ചോദിച്ചിരിക്കുന്നത്. AK ബാലനൊപ്പമാണോ മുഖ്യമന്ത്രി? കേരളത്തിൽ 10 വർഷം ഭരിച്ച പിണറായി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, ഒരു നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല, ഒരു കലാപം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിന് അന്തരീക്ഷം പോലും ഉണ്ടായിട്ടില്ല. കാരണം വിഷയം വരുന്ന സമയത്ത് അതെ, അത് ഞാൻ പറഞ്ഞത് വളരെ സെൻസിറ്റീവായ എത്രയോ വിഷയങ്ങൾ ഈ 10 വർഷത്തിനുള്ളിൽ കടന്നുപോയി. ഒരു വിഷയത്തിൽ പോലും ഒരു വീഴ്ച പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഈ മാറാട് കലാപത്തിൻ്റെ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു അറിയോ? അതിനകത്ത് ഒന്ന് പോലീസ് വീഴ്ചയാണ്, ഒന്ന് രഹസ്യാന്വേഷണ വീഴ്ചയാണ്. കാരണം അന്ന് മുഖ്യമന്ത്രിൻ്റെ കയ്യിലിരുന്ന ആഭ്യന്തരം, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്തതിനുള്ള വലിയ വീഴ്ചയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോലീസ് വീഴ്ചയും ഈ ആഭ്യന്തര രഹസ്യാന്വേഷണ വീഴ്ചയും. ആ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് അത്രയും 2 കലാപങ്ങളുണ്ടായത്. ഞാൻ പറയുന്നത്, ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു കലാപം ഉണ്ടാകും എന്നുള്ളതിൻ്റെ രഹസ്യാന്വേഷണം പോലും കൃത്യമായി നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്താ കാരണം? അതിന് ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു വികസന നേട്ടം പറയുന്നതിൻ്റെ അടുത്ത് ഒരു കലാപ സാഹചര്യം പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഉണ്ടായ കലാപങ്ങളെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുക അല്ലേ? അതെന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ പാടില്ല? കേരളത്തിലെ ജനങ്ങൾ മറന്നതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണ്, കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഈ 2 സാഹചര്യങ്ങളും അറിയാം. ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നും മുൻപുള്ള സാഹചര്യം എന്താണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം നോക്കിക്കേ. പല സമയങ്ങളിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വളരെ ചുരുങ്ങി, എവിടെയോ 1-2 എണ്ണത്തിലേക്ക് അല്ലെങ്കിൽ ഒതുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വികസന നേട്ടം തന്നെയാണ്. കേരളത്തിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെ മാറാൻ കഴിഞ്ഞു, രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ അങ്ങനെ മാറാൻ കഴിഞ്ഞു, പോലീസ് സംവിധാനങ്ങളെ അങ്ങനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ചർച്ച ചെയ്യാൻ പാടില്ല. പിന്നെ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഇനി ഇതുപോലെ ഒരു വർഗീയ പാർട്ടികൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനെ ശക്തമായി എതിർക്കേണ്ട പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം പറയുന്നത് എന്ത്, 2 പാർട്ടികളെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. ഒന്ന് SDP-നെയും ഒന്ന് ജമാഅത്തെ ഇസ്ലാമിനെയും. അതിന് SDP ഇന്ന് KC വേണുവരടക്കം ആൾക്കാർ തള്ളി. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ചോദ്യത്തിന് അത് മറുപടിയില്ല.
അപ്പം അതിനെന്താ പറയുന്ന ന്യായം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് വാങ്ങി പിന്നെ അധികാരത്തിൽ വരുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് വാങ്ങി അധികാരത്തിൽ വരും എന്ന് പറയുന്ന പാർട്ടിക്ക് ബാക്കിയുള്ളതും കൂടെ കേൾക്കാൻ ബാധ്യതയുണ്ടെന്നേ. അതിനെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? കോൺഗ്രസിന് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ്? ആ പാരമ്പര്യം എന്ന് പറയുന്നത് മതേതര പാർട്ടിയാണ് കോൺഗ്രസ് എന്ന്. കേരളത്തിലെ ഇന്ത്യയിലെ മതേതര പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ്. ഇന്ത്യയിലെ മതേതര പാർട്ടിയായ കോൺഗ്രസിൽ മതരാഷ്ട്രവാദം പറയുന്ന ജമാഅത്തെ ഇസ്ലാമിനെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വരാൻ മടിയില്ല എന്ന് പറയുന്നതാണ് പ്രശ്നം. ആ പ്രശ്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി എതിർക്കും, കേരളത്തിലെ മുൻ മന്ത്രിമാരെ എതിർക്കും, ഇപ്പോഴുള്ള മന്ത്രിമാരെടുക്കും, കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷ നേതാക്കന്മാരും എതിർക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഇന്ത്യയിൽ മതരാഷ്ട്രം പറയുന്ന വേറെ ഏത് പാർട്ടിയാണുള്ളത്? വേറെ ഏത് വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമി അല്ലാതെ, അതുപോലെ തന്നെ PDP പോലെയുള്ള SDP പോലെയുള്ള ഈ പറയുന്ന വർഗീയ സംഘടനകളല്ലാതെ ഏത് സംഘടനയാണെന്ന് ഈ പറയുന്നത് പോലെ മതരാഷ്ട്രം പറയുന്നത്? ഈ മതരാഷ്ട്രത്തിൽ നിന്ന് പിന്നോട്ട് വന്നാൽ ആ മതരാഷ്ട്രത്തെക്കുറിച്ച് ഈ ബാബറി മസ്ജിദിൻ്റെ കാലം തുടങ്ങിയിട്ട് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്. അപ്പോൾ മതരാഷ്ട്രവാദം ഇന്ത്യയിൽ നടപ്പിലാകില്ല എന്നുള്ളത് കൊണ്ട് ആ ആശയം ഉൾക്കൊണ്ട ആൾക്കാരെ, കാരണം കേരളത്തിലെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക സാഹചര്യവും മത സാഹചര്യവും വെച്ചിട്ട് ഇന്ത്യയിൽ ഒരു എന്താ പറയുക മതരാഷ്ട്രവാദം വിജയിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ആ മതരാഷ്ട്രവാദം പറയുന്നവരെ അവരെയാണെന്നേ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ എന്താണ് ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുക. ന്യൂനപക്ഷ വർഗീയതയെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ചെറുതായ രീതിയിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനും വർഗീയ സംവിധാനങ്ങളെ ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്നവരാണ് ഈ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, ഇന്ത്യയിൽ ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ പ്രശ്നമുള്ളതാണ് ന്യൂനപക്ഷ വർഗീയതയും. ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ ന്യൂനപക്ഷ വർഗീയത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നതല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സാമൂഹിക സാഹചര്യം വെച്ചിട്ട് കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മത സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കോൺഗ്രസ് പറയേണ്ട സംവിധാനം എന്താണ്? കോൺഗ്രസ് പറയേണ്ട സംവിധാനം എന്ന് പറയുന്നത് ഈ പറയുന്ന മതരാഷ്ട്രവാദവുമായി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയണം. അങ്ങനെയാണ് ഈ PDP വോട്ട് മേടിക്കാമല്ലോ. അതെന്താ? അങ്ങനെയാണ് ഈ നമ്മുടെ SDP വോട്ട് വാങ്ങാമെങ്കിൽ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് മേടിക്കാൻ പറ്റില്ല? അപ്പോൾ SDP വോട്ട് വേണ്ട എന്ന് പറയും, ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് വേണം എന്ന് പറയും. സംവിധാനം അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് പറയേണ്ട ആളാരാന്ന്? കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്ന്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല. കേരളത്തിലെ വർഗീയ നിലപാടുകൾ ആർക്കൊക്കെയാണ് സ്വീകരിക്കുന്നത്? കേരളത്തിലെ വർഗീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആരെയൊക്കെ ഭയക്കണം, ആരെയൊക്കെ ഭയക്കണ്ട എന്ന് പറയേണ്ട ഉത്തരവാദിത്തം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണുള്ളത്. അതെല്ലാം മൂടി വെച്ച് മിണ്ടാതിരിക്കണോ? അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അതെല്ലാം വ്യക്തമായ രീതിയിലും വടിവൊത്ത ഭാഷയിലും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുക എന്നുള്ളത്. അതിനെ നമ്മൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷം കൈകാര്യം ചെയ്യുന്നത് അറിയോ? അത് പ്രതിപക്ഷം കൈകാര്യം ചെയ്യുന്ന ഒറ്റ വാക്കിലാണ്. എന്താണ്? നിങ്ങളെന്താണ് ഭൂരിപക്ഷ വോട്ടിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്? അത് പറയുന്ന ആരാന്നറിയോ? അത് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടിയാണ്. അത് പറയുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ആരാണ്? ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരെന്താ പറയുന്നത്? കണ്ടില്ലേ മുസ്ലിങ്ങളെ, നിങ്ങളെല്ലാവരും ആരാണ്? നമ്മളെ എല്ലാവരെയും എന്ന് അവർ പറയുകയാണ്. പക്ഷെ അവരാരാണ്? അവർ ഈ പറയുന്ന പല മുസ്ലിം സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഒന്നിച്ചല്ലല്ലോ പോകുന്നത്. അതെന്തുകൊണ്ടാണ്? അങ്ങനെയാണോ പോകുന്നത്? അല്ല. ഒരു ഇലക്ഷനിൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി മത്സരിക്കുന്നത് കാണുന്നുണ്ടോ? തെളിഞ്ഞു വന്ന് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വെൽഫെയർ പാർട്ടി നിയമസഭാ ഇലക്ഷനിലേക്ക് മത്സരിക്കുന്നത് കാണുന്നുണ്ടോ? കാണുന്നില്ലല്ലോ. എവിടെയെങ്കിലും ആൾക്കാരെ കുത്തിക്കയറ്റി മത്സരിപ്പിച്ച് പുറത്തേക്ക് എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പറയുന്ന ഒരു സീറ്റിലെങ്കിലും നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്തണം. അത് ആരുടെ പേരിലല്ല, അത് പൊതു സ്വതന്ത്രനായി നിൽക്കണം. ആ പൊതു സ്വതന്ത്രനെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ള നിലയിലേക്കെല്ലാം ഒരു പ്രസ്ഥാനം ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊരു വർഗീയ പ്രസ്ഥാനമാണ് എന്ന് പറയുകയും വർഗീയ പ്രസ്ഥാനങ്ങളുടെ വോട്ട് വേണ്ട എന്ന് ഇതേപോലെ കോൺഗ്രസ് പോലെയുള്ള മതേതര പാർട്ടി പറയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം. മതേതര പാർട്ടി പറയുകയാണ്, മതേതര പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ പ്രസ്ഥാനങ്ങളുടെ വോട്ട് വേണ്ട. അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവണം, SDP ഉണ്ടാവണം, അതുപോലെയുള്ള എല്ലാം ഉണ്ടാവണം. RSS പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ പറയണമെന്നേ. പക്ഷേ എന്ത് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്താ ചെയ്യേണ്ടത്? ഒരു മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത്? അതിനെ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനാണ് പറയുന്നത് 4 വോട്ടിന് വേണ്ടിയോ 4 സീറ്റിന് വേണ്ടിയിട്ടോ ഞങ്ങൾ ഒരു വർഗീയ പാർട്ടിയുടെ വോട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 4 സീറ്റിന് വേണ്ടിയിട്ടും 4 വോട്ടിന് വേണ്ടിയിട്ടും ഞങ്ങൾ ഒരു വർഗീയ പ്രസ്ഥാനത്തിന് വോട്ട് പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ തോൽവിയേറ്റ പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷമല്ലേ? ഏറ്റവും തോൽവിയേറ്റെടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനല്ലേ? ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാൻ ഞങ്ങൾക്ക് അങ്ങനെ ഇനി അതിൽ നിന്നൊരു പിന്നോട്ട് പോക്കില്ല എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം.
ഇന്നെന്താണ് ഞങ്ങൾ പറഞ്ഞതാണ് എന്താണ്? അത് ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല, അത് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരല്ല, കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കെതിരല്ല, കേരളത്തിലെ ഒരു ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരല്ല. പക്ഷേ എന്താണ്, ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ് എന്നുള്ളതാണ് പറയുന്നത്. ആ വർഗീയത എന്ന് പറയുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയാണ്. അതാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ നിയമസഭ പഞ്ചായത്ത് ഇലക്ഷന് അഞ്ച് പത്രസമ്മേളനം നടത്തിയതും 5 ഊന്നി പറഞ്ഞ എന്താണ്? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിക്കുന്നുണ്ടോ? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം. ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി പ്രസ്ഥാനം, അല്ലെങ്കിൽ ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വർഗീയ പാർട്ടിയാണ്, ഒരു വർഗീയ പ്രസ്ഥാനമാണ് എന്നുള്ള അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? ആ കോൺഗ്രസിന് ആ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായത്തിന് മറുപടി പറഞ്ഞാൽ ഇത് അവസാനിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ആരെ മുഖ്യമന്ത്രിയാക്കണം, ആരെ മന്ത്രിമാരാക്കണം, ആരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിലാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആ പ്രസ്ഥാനമാണ്. ആ വോട്ട് മേടിച്ച് വന്നാൽ അതിൽ നുഴഞ്ഞു കയറാൻ ആൾക്കാരുണ്ടെങ്കിൽ, അതിൽ പൊതു സ്വാതന്ത്ര്യമുണ്ടായ ആൾക്കാർ ജയിച്ചു വരികയാണെങ്കിൽ അവർ മന്ത്രിസ്ഥാനത്തേക്ക് വന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവർ മന്ത്രിസ്ഥാനത്തേക്ക് വരാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അവർ വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു ധാരണയുടെ ഭാഗമായി എന്ത് സംഭവിക്കും? അപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നത് ഇവരെ തള്ളിപ്പറയാത്തോടത്തോളം കാലം ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും ഒക്കെ കൂട്ടുപിടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് തള്ളിപ്പറയാത്തിടത്തോളം കാലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താ പറഞ്ഞത്? തള്ളിപ്പറയാത്തിടത്തോളം ഉണ്ടാകുന്ന കാലത്ത് ഈ പറയുന്ന പ്രതിഷേധങ്ങളെയും മറ്റു എതിർ പാർട്ടി പറയുന്ന വാക്കുകളെയും കൂടെ കേൾക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാവും. അപ്പോൾ അത് പറയുന്നില്ല എന്നുള്ളതാണ്. ഇനിയുടെ ഒരു പ്രശ്നം എന്താണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസന രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യാൻ മതി എന്ന് പറയാൻ പറ്റുമോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസനം മാത്രം പറഞ്ഞില്ല. ഇവിടെ റോഡും പാലവും സാമൂഹിക സാഹചര്യം മാത്രം ഉണ്ടായാൽ പോരല്ലോ. ഇവിടെ എന്തൊക്കെ വേണം? ഇവിടെ ഒരു മതമൈത്രി വേണം. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെല്ലാം ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും പാഴ്സിയും എല്ലാം ഒറ്റക്കെട്ടായി ഒരു കുടക്കീഴിൽ ജീവിച്ചു പോകണം. അതിനുള്ള സാഹചര്യം കൂടെ കേരളത്തിലെ സർക്കാർ ഉണ്ടാക്കണ്ടേ? അപ്പം ഞാൻ പറയുകയാണ്, അയ്യോ നല്ല ബിൽഡിങ്ങുകൾ വന്നാൽ മതി, നല്ല പാലങ്ങൾ മാത്രം വന്നാൽ മതി, നല്ല സ്കൂളുകൾ മാത്രം വന്നാൽ മതി എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഒരു സർക്കാർ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ്? എല്ലാ സംവിധാനം, നല്ല പാലങ്ങളും റോഡുകളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും എല്ലാം വേണം. കൂടെ എന്തും വേണം? ജനങ്ങൾക്ക് സമാധാനത്തോടെയും സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകണം. അവിടെ ഇടയ്ക്കൊരു വർഗീയ കലാപം ഉണ്ടായി, ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടായി. കേരളത്തിലേക്ക് ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? ഒരു സ്കൂളുകൾക്ക് മര്യാദയ്ക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? ഒരു പള്ളിയിൽ വെള്ളിയാഴ്ച രാവിലെ ഉച്ചയ്ക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ? ആ സാഹചര്യം ഉണ്ടാക്കിയതാരാണ്? കേരളത്തിലെ 10 വർഷമായിട്ട് ഒരു വർഗീയ കലവും ഇല്ലാത്ത, ഒരു വർഗീയ പ്രശ്നങ്ങളും ഇല്ലാത്ത, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോയ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ആ സർക്കാർ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ഒരു ഇലക്ഷനെ നേരിടുന്ന സമയത്ത് അവർ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അവരുടെ വികസന നേട്ടത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ പറഞ്ഞ വർഗീയ കലാപമില്ലാതെ, വർഗീയ പ്രശ്നങ്ങളില്ലാതെ, ചേരിതിരിവുകളില്ലാതെ കേരളത്തിലെ എല്ലാ ജാതി മത സംവിധാനങ്ങൾക്കും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഇടതുപക്ഷത്തിൻ്റെ സമയത്ത്. കാര്യം എന്താണ്? ഇടതുപക്ഷ സമയത്ത് കൂടുതൽ ജാതി കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ഇത്ര സംവിധാനം വേണം, ഞങ്ങൾക്ക് ഇത്ര സ്കൂളുകൾ വേണം, ഞങ്ങൾക്ക് ഇത്ര ഹോസ്പിറ്റലുകൾ വേണം, അങ്ങനെ ഒരു സംവിധാനം വന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ മതത്തിന് ഇത്ര സംവിധാനം വേണം എന്നൊന്നും പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ അടുത്തേക്കൊന്നും ആരും പോകുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടോ? വളരെ കുറവാണ്. ജാതിയുടെ പേര് പറഞ്ഞ് പിണറായിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയ ആൾക്കാരുടെ എണ്ണം വളരെ വിരലിലെണ്ണാവുന്നുണ്ട്. എൻ്റെ ഒരു ഒന്നും ഓർമ്മ വരുന്നില്ല, ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിരലിലെണ്ണാവെന്ന് പറഞ്ഞത്. കാരണം ആരും അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ടില്ല. കാരണം എന്താണ്? പിണറായിനെ എപ്പോഴും ഒരു മതേതര നേതാവായിട്ടാണ് എന്നും കണ്ടിട്ടുള്ളത്. ആ മതേതര നേതാവിൻ്റെ അടുത്ത് എന്നിട്ട് ഇത് പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്. മറ്റേ സംവിധാനത്തിൻ്റെ ഭാഗം എന്താണ്? പല നേതാക്കന്മാരും മതേതര ഭാഗത്തിൽ നേതാക്കന്മാരായിട്ടും മന്ത്രിമാരായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് എൻ്റെ ആളാട്ടോ അവിടെ ഇരിക്കുന്നത്, ഞങ്ങളുടെ മതക്കാരനാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ പറയാം, ന്യൂനപക്ഷ വികസന വകുപ്പ് ഭരിക്കുന്ന ആരാന്നറിയോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അല്ലേ? കേരള ന്യൂനപക്ഷ വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പം ആരെങ്കിലും ചെന്ന് പറയുന്നുണ്ടോ? ഏതെങ്കിലും കാലത്ത് കോൺഗ്രസിൻ്റെ ഭരണ സമയത്തോ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു മുഖ്യമന്ത്രി ന്യൂനപക്ഷ വകുപ്പ് ഭരിച്ചിട്ടുണ്ടോ? ഭരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മതത്തിനെടുത്ത് കൊടുക്കും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? ആ വികസനവും സംവിധാനം അതായിരുന്നു ഒരു കാലത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സമുദായത്തിന് ഒന്നും തന്നിട്ടില്ല, ഞങ്ങൾക്ക് ഇത്ര സീറ്റ് ഉണ്ട്, ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല, ഞങ്ങൾക്ക് ഇത്ര സീറ്റ് ഉണ്ട്, ഞങ്ങൾക്കാകെ ഒന്നേ തന്നിട്ടുള്ളൂ എന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 5ാം മന്ത്രി ചർച്ചയാവുന്നത് കേട്ടോ. അല്ലെങ്കിൽ 5ാം മന്ത്രി ചർച്ചയാവില്ല. കേരളത്തിൽ 5ാം മന്ത്രി ചർച്ച ചെയ്ത് എന്തുകൊണ്ടാണ്? 5ാം മന്ത്രി ചർച്ച ചെയ്ത് ഒരു സമൂഹത്തിന് വലിയ രീതിയിൽ സീറ്റുകൾ കൊടുക്കുന്നുണ്ട്, മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ കേരളം പോലൊരു സ്ഥലത്ത് ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് 5ാം മന്ത്രി സ്ഥാനം ചർച്ചയാവുമോ? ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണ്? കേരളത്തിലെ വികസന നേട്ടത്തോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ മതമൈത്രിയും ഈ പറയുന്ന വർഗീയ കലാപങ്ങളില്ലാതെ 10 വർഷം മുന്നോട്ട് പോയി എന്നുള്ളത്. അതിന് ആ അർത്ഥത്തിൽ കണ്ടാൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. ഒരിടവേള വേണം. മുഖ്യമന്ത്രി AK ബാലനൊപ്പമോ എന്നുള്ളതാണ് ചോദ്യം. മുഖ്യമന്ത്രി AK ബാലൻ പറഞ്ഞതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലൈനെ ഇന്ന് ശരിവെച്ചിരിക്കുന്നു. ആ പൊളിറ്റിക്കൽ ലൈനിൽ ഒരു വാസ്തവമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. എന്താണ് ആ പൊളിറ്റിക്കൽ ലൈൻ?
ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ, ന്യൂനപക്ഷ തീവ്രവാദത്തെ വിമർശിക്കുമ്പോൾ, ന്യൂനപക്ഷ തീവ്രവാദികൾ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷ തീവ്രവാദം പറയുന്നവർ അധികാര സ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത് അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപത്തിന് കോപ്പുകൂട്ടിയാൽ അതിന് സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ അവർ ന്യൂനപക്ഷമായിട്ട് അതിതീവ്രമായ ന്യൂനപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ് എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഇന്നത്തെ മാത്രം ആശയമല്ല. AK ബാലൻ ഇതാദ്യമായി പറയുന്നതുമല്ല. അതുകൊണ്ട് തന്നെ അതിനെ ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ യുക്തിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ യുക്തി എന്തിനാണ് കോൺഗ്രസ് പേറുന്നത് എന്നുള്ളതാണ് ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം. അത് വാസ്തവമാണ് എന്നുള്ളത് തന്നെയാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇതാദ്യമായിട്ടല്ലല്ലോ ജമാഅത്തെ ഇസ്ലാമിയെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. AK ബാലൻ ജമാഅത്തെ ഇസ്ലാമിയെ അല്ലെങ്കിൽ ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നത് ഇതാദ്യമായിട്ടാണോ? പ്രിയപ്പെട്ടവരെ, എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ പരിശോധിച്ചാൽ, ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ 1985 അവർ പാർട്ടിയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. 87 തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞ ഏതു പാർട്ടി വോട്ട് കൊടുത്തില്ല എന്ന ചോദ്യത്തിന് ആകെ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന പരസ്യപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് മാർക്സിസ്റ്റ് ഫാസിസ്റ്റുകൾക്ക് ഞങ്ങൾ വോട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം എപ്പോഴാണ് ഇവർ CPM അനുകൂലമായി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്നത്? ഏത് സാഹചര്യത്തിലാണ്? പ്രിയപ്പെട്ടവരെ, ഓർമ്മിക്കണം, 1992 വരെ അവർ ഈ മാർക്സിസ്റ്റ് വിരോധികളായ മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് വിരോധം അങ്ങേയറ്റം അവരുടെ എല്ലാ പ്രസ്താവനകളിലും നിഴലിച്ചതായിട്ട് ഓരോരോ ലേഖനങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുത്താൽ മനസ്സിലാവും. എന്നാൽ 92 എന്താ സംഭവിച്ചത്? കോൺഗ്രസ് നിരോധിച്ചു. എന്താ നിരോധിക്കാനുള്ള കാരണം? ബാബറി മസ്ജിദ് തകർക്കുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു നിലപാടെടുത്തു. തിരഞ്ഞെടുപ്പിലെ മൂല്യം നോക്കി വോട്ട് ചെയ്യുക എന്നതായിരുന്നു അന്നെടുത്ത നിലപാട്. അതിൻ്റെ ഭാഗമായി 96 മുതൽ 2005 വരെയുള്ള ഏകദേശം 10 വർഷക്കാലം ഇടതുപക്ഷത്തെ ഒളിഞ്ഞും തെളിഞ്ഞും പലയിടങ്ങളിൽ അവർ പിന്തുണച്ചു. അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? മൂല്യം നോക്കി, തെരഞ്ഞെടുപ്പിന്റെ മൂല്യം നോക്കി അവർ സ്വതന്ത്രമായിട്ട് വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടതുപക്ഷം എപ്പോഴെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ പിൻപറ്റിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ശബ്ദമായി ഇടതുപക്ഷം മാറിയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, 2010 ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഹിറാ സെന്റർ റെയ്ഡ് ചെയ്യുന്നത് ഇടതുപക്ഷത്തിൻ്റെ സർക്കാരാണ്. അന്ന് ഇടതുപക്ഷ സർക്കാർ റെയ്ഡ് ചെയ്യുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു ഭരണകൂടമായിരുന്നു അത്. അതിനുശേഷം സോളിഡാരിറ്റി പ്രവർത്തകരെ വലിയ കിനാലൂരിലെ പ്രക്ഷോഭം സംഘടിക്കുമ്പോൾ പോലീസ് നേരിട്ട രീതി അത് ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നിന്ന രീതിയായിരുന്നു അത്. 2010 അതിനുശേഷം അങ്ങനെ 2011 ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന ആശയം വരുന്നത് 2010 ഹിറാ സെന്റർ റെയ്ഡ് ചെയ്യുന്നത് ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ്. അന്ന് വലിയ വിവാദം ഉണ്ടാവും നമ്മൾ കണ്ടില്ല, കിനാലൂരിൽ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത്. അതിനുശേഷം 2010 19ാം പാർട്ടി കോൺഗ്രസിൽ അന്ന് പിണറായി വിജയൻ അതിനുശേഷം പിണറായി വിജയൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നൊരു വളരെ പ്രസക്തമായ വാചകമുണ്ട്. ഞാനിത് വായിക്കാം. അതിനെ കവിഞ്ഞൊന്നും AK ബാലൻ പറഞ്ഞിട്ടില്ല. അന്ന് 2010 പാർട്ടി എടുത്ത നിലപാടിനപ്പുറം ഒന്നും AK ബാലൻ കടന്ന് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വിമർശിച്ചിട്ടില്ല. എന്തായിരുന്നു അത്? കലാപഭൂമിയിൽ വെറുപ്പിൻ്റെയും ഹിംസയുടെയും തീ കൊളുത്തുന്ന ഏതു ശക്തിയെയും ചെറുത്തു തോൽപ്പിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ അനിവാര്യമായ കർത്തവ്യമാണ്. അതിനാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖം മൂടി വലിച്ചു കീറുക എന്ന ദൗത്യവും CPM-നുണ്ട്. ഇത് ഇക്കാലത്ത് AK ബാലനോ പിണറായി വിജയനോ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു ഇരവാദം വരും. എന്താണെന്നറിയാമോ? ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖംമൂടി വലിച്ചു കീറുന്നു എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷത്തെ ഒന്നാകെ ഇതാ പരിഹസിച്ചിരിക്കുന്നു എന്ന മട്ടിലുള്ള പ്രചരണം ഉണ്ടാവും. അതല്ലേ ഇപ്പോൾ നടക്കുന്നത്? AK ബാലൻ്റെ വാചകത്തെ നിങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ അതിൽ പറയുന്ന ഏറ്റവും പ്രസക്തമായ ഭാഗം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ്. മുസ്ലിം ലീഗ് പോലും അധികാരത്തിൽ വരുമെന്നല്ല, മുസ്ലിം ലീഗിന് ആഭ്യന്തര വകുപ്പ് കൊടുക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗിന് ആഭ്യന്തര വകുപ്പ് കൊടുക്കുമ്പോൾ കലാപങ്ങൾ ആവർത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു തെളിവില്ല. പക്ഷേ മാറാട് കലാപത്തിലടക്കം എങ്ങനെയാണ് ലീഗിലെ അംഗങ്ങൾ കൂടി പ്രതിയായത്? ഞാനൊന്ന് വായിക്കാം. മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് 2ാം മാറാട് കലാപത്തിൽ മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തിൽ വന്നൊരു റിപ്പോർട്ട് ഞാൻ വായിക്കാം. 2ാം മാറാട് കലാപ ഗൂഢാലോചന കേസിൽ മുസ്ലിം ലീഗ് നേതാവ് മൈൻ ഹാജി അടക്കമുള്ളവർക്കെതിരെ CBI സമർപ്പിച്ചു. അന്ന് പ്രതികളായി ആദ്യം കണ്ടെത്തിയിരുന്നത് ഇവരിൽ പലരെയും വെറുതെ വിട്ടു, പലരെയും ശിക്ഷിച്ചു. അതിനുശേഷം ആരൊക്കെയാണ്? പ്രദേശത്തെ മുസ്ലിം ലീഗ് നേതാവായിരുന്നു അതിലെ പ്രധാനപ്പെട്ട പ്രതി. അതിനുശേഷം 2ാമത്തെ പ്രതി മൈൻ ഹാജി, NDF നേതാക്കൾ, മാറാട് മഹല്ല് കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ തുടങ്ങിയവരാണ് മറ്റു പ്രതികൾ. പലരെയും വെറുതെ വിട്ടു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാറാട് കലാപത്തിന്റെ കേസിൽ CPIM-ലെ അംഗങ്ങൾ, ഔദ്യോഗികമായി CPM-ലെ ഏതെങ്കിലും അംഗങ്ങൾ പ്രതിയായതായിട്ട് എന്റെ മുന്നിൽ രേഖകളില്ല. CPM മെമ്പർമാരുണ്ട്, CPM അനുഭാവികൾ അതിലുണ്ട്. തോമസ് പി ജോസഫ് കമ്മീഷൻ പറയട്ടെ. തോമസ് പി ജോസഫ് കമ്മീഷൻ പറഞ്ഞ ഒരു വാചകം ഇതാണ്: NDF-കാർ CPM-ലൂടെ നുഴഞ്ഞു കയറിയിരിക്കുന്നു
എന്നുകൂടിയാണ് പറഞ്ഞത്. അതെങ്ങനെ NDF CPM ൽ നുഴഞ്ഞു കയറുന്നത്? NDF നിലപാടുള്ളവർ CPM-ലൂടെ കടന്നു കയറുന്നത്. അതല്ലല്ലോ. അതെങ്ങനെയാണ് തോമസ് അതെങ്ങനെ ജോസഫിനോട് CPM കമ്മീഷൻ പാർട്ടി മെമ്പർമാരാവുന്നത്? കമ്മീഷൻ റിപ്പോർട്ടിലെ വാചകമാണ്. അല്ലല്ല, പാർട്ടി മെമ്പർമാരാവുന്നത് എങ്ങനെയാ? പാർട്ടി അനുഭാവികളായി ഇടതുപക്ഷ നുഴഞ്ഞു കയറുമ്പോൾ അങ്ങനെയാണ്. ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അവരിൽ ഏതെങ്കിലും ബ്രാഞ്ച് അംഗങ്ങളാണ് എന്ന് പറയാൻ സ്മൃതിയുടെ കയ്യിൽ തെളിവുകളില്ല. 78 CPM അംഗങ്ങളാണ്. സ്മൃതിയുടെ കയ്യിൽ എന്റെ കയ്യിൽ തെളിവാണ് ഞാൻ പറഞ്ഞത്. തോമസ് പി ജോസഫിന്റെ റിപ്പോർട്ടിലുള്ള കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നോക്കൂ, ആ റിപ്പോർട്ടിൽ CPM-ലെ ഏത് ബ്രാഞ്ചിലെ ഏത് അംഗം ഏത് പറഞ്ഞിട്ടുണ്ടോ? ബ്രാഞ്ചിലെ അന്വേഷിക്കണം. അത് നമുക്ക് പറയാൻ പറ്റില്ല. തോമസ് പി ജോസഫ് പറഞ്ഞു, നോക്കൂ, നിങ്ങൾ ഈ ഉണ്ടായ കാര്യങ്ങളെ നിങ്ങൾക്ക് മായ്ക്കാൻ പറ്റില്ലെന്നേ. ഒന്നാമത്തെ കാര്യം, എല്ലാ പാർട്ടിയിലും ഉള്ള ആളുകളുള്ള ഒരു പ്രദേശമാണ് അത്. ആ പ്രദേശത്ത് 78 പേരുണ്ടെന്ന് എണ്ണമാണ് പറഞ്ഞത്. സ്മൃതി പറഞ്ഞു വന്നപ്പോ 78 പേർ CPM-ലെ പ്രതികളാണെന്ന് പറയുന്നത് ശരിയല്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. കാര്യം CPM അനുഭാവികളായി അങ്ങയുടെ അഭിപ്രായത്തിൽ ശരിയല്ലായിരിക്കാം. 78 അംഗങ്ങളുണ്ട്. ഏത് ബ്രാഞ്ച് കമ്മിറ്റിയിലെ അംഗം? ഏത് ബ്രാഞ്ച് കമ്മിറ്റിയിലെ 78 CPM അംഗങ്ങളെ ഒറ്റ ബ്രാഞ്ചിൽ ചോദിക്കാമോ? ഞാൻ അതുകൊണ്ടാണ് മാധ്യമത്തിന്റെ റിപ്പോർട്ട് വായിച്ചത്. മാധ്യമ റിപ്പോർട്ട് അങ്ങ് വായിച്ചോളൂ. എന്താ ഇവിടെ മാധ്യമത്തിന്റെ റിപ്പോർട്ട് തെറ്റാണോ? ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ പത്രത്തിൽ പറയുന്നത് ഒരു ദിവസം വന്ന വാർത്ത മാത്രം അങ്ങ് വായിച്ചിട്ട് NDF-കാർ CPM-ലൂടെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് തോമസ് പി ജോസഫ് കമ്മീഷൻ മാത്രമല്ല, ഇത് ഞാൻ FIR ആയി പറയുന്നത്. CBI ഇട്ട FIR-ൽ പറയുന്നു, 2ാം മാറാട് കലാപ ഗൂഢാലോചന കേസിൽ ആരൊക്കെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? ലീഗിലെ നേതാക്കളാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്, പ്രാദേശിക ലീഗ് നേതാവടക്കം. അതുകൊണ്ട് 78 അതെങ്ങനെ ശരിയാവുക? അവിടെ അങ്ങനെ ശരിയാവും. എങ്ങനെയാന്ന് വെച്ചാൽ ആരാ ഭരിക്കുന്നത്? NDF-കാരുണ്ട്, ഈ പറയുന്ന ലീഗാണ്. ഒറ്റ വിയോജിപ്പേ ഉള്ളൂ. ഇടത് CPM-ന്റെ അനുഭാവികൾ ഉണ്ടായിരുന്ന കാര്യം ഞാൻ തർക്കിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. CPM ആ ഫാക്ട് എന്താ പറയൂ? ഏത് CPM CPM വാദമായിട്ട് പറഞ്ഞോളൂ. അങ്ങിപ്പോ ഈ മാധ്യമ വാർത്ത വെച്ചിട്ട് അതാണ് FIR എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്വേഷണ സംഘടനാപരമായ ഒരു പാർട്ടി ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. അന്വേഷണ റിപ്പോർട്ടാണ്. ഗൂഢാലോചനയും പങ്കാളിത്തമാണ് ചാർജ് ഷീറ്റ്. നോക്കൂ, CPM നേതൃത്വം നൽകിയെന്നൊന്നും പറയരുത്. ഞാൻ പറഞ്ഞിട്ടില്ല. അംഗങ്ങളാണ് 78 പാർട്ടി മെമ്പർമാരാണ്. പക്ഷെ ആ സമയത്തുള്ള ആരോപണമാണ് സ്മൃതി ഇപ്പൊ പറയുന്നതെല്ലാം ചില മൊഴികൾ കൊടുത്തിട്ടുണ്ട്. അതായത് മുമ്പിൽ മറുഭാഗത്തുള്ള ആളുകൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? CPM അംഗങ്ങളെന്നല്ല, NDF-ലൂടെ നുഴഞ്ഞു കയറിയവരെന്നാ പറഞ്ഞിരിക്കുന്നത്. കേസിലെ പ്രധാന പ്രതികൾ NDF-കാരാണ്, CPM-കാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കുന്നേ? ഒരു മിനിറ്റ് സംസാരിക്കാൻ സമ്മതിക്കും. ഞാൻ ഈ പറയുന്ന കമ്മീഷൻ റിപ്പോർട്ടിലെ വാചകമാണ്. അതാണ് ഈ പറഞ്ഞത്. NDF-കാർ CPM-ലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? എവിടേക്കാണ്? ഓൾറെഡി NDF മാത്രമായിട്ടുള്ള ആളുകൾ പ്രതികളുണ്ട്. പ്ലസ് ഈ പറയുന്ന CPM-ന് അങ്ങനെ ഒരു നിലപാടില്ലല്ലോ. അപ്പോൾ CPM അംഗങ്ങൾ എങ്ങനെ ചെയ്യുന്നു? അത് NDF-കാർ നുഴഞ്ഞു കയറിയവരാണ് എന്നാണ് കമ്മീഷന്റെ അല്ല, ആയിക്കോട്ടെ, അങ്ങനെ നുഴഞ്ഞു കയറിയവർ CPM അംഗങ്ങളാണോ? ഇടത് ഒരു തവണ പറഞ്ഞ കേൾക്കാൻ പറ്റുന്നില്ലേ? CPM അംഗങ്ങൾ ഞാൻ പറഞ്ഞ ആ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ CPM-ന് ഒരു ഘടനാപരമായ അത് കണ്ടെത്തൂ. CPM അങ്ങ് എന്താ വേണമെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ CPM പ്രവർത്തകർ എന്ന് ഞാൻ എന്റെ ഭാഗത്തിൽ സ്മൃതിക്ക് ബോധ്യം വന്ന ഒരു ഡോക്യുമെന്റ് പറയൂ. ഞാൻ പറയുന്നത് കമ്മീഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ CPM അംഗങ്ങളെന്നല്ല, CPM-ലൂടെ നുഴഞ്ഞു കയറി NDF എന്നാണ് പറഞ്ഞത്. നോക്കൂ, വസ്തുതാപരമായി അതിനുശേഷം CBI പറയുന്നു ഇതൊരു തരത്തിലും പാർട്ടിപരമായ ഒരു തീരുമാനമേ ആയിരുന്നില്ല. അല്ല, കലാപമല്ല എന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെ കൂടെ പറയുന്നുണ്ട് കമ്മീഷൻ. കലാപമല്ല എന്ന് കൂടി പറയുന്നുണ്ട്. സംഘർഷമാണ് എന്ന് കൂടി പറയുന്നുണ്ട്. വിഭാഗത്തിലെ ആളുകൾ അബ്സല്യൂട്ട്ലി അവിടെ സംഭവിച്ചതല്ല. കലാപമല്ല എന്നല്ല പറയുന്നത്. 2022-23 മാറാട് കലാപത്തിലെ കേസുകൾ പ്രതികൾ വ്യക്തിപരമായിട്ട് ചാർജ് ചെയ്യപ്പെട്ടു. രാഷ്ട്രീയ പ്രേരിതമായ സംഘർഷമല്ല. അതായത് എന്നുള്ളതാണ് CBIയുടെ ഒന്നാമത് ഇതിനെ ഞങ്ങളല്ലോ വലുതാക്കിയത്. സ്മൃതി അതിനകത്തൊരു പാർട്ടിയുടെ പേരിൽ 78 പേർ പ്രതികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ വസ്തുതാപരമായി സ്മൃതിക്ക് അത് സ്ഥാപിക്കാൻ കഴിയുമെന്ന് മാത്രം ഞാൻ അംഗമുണ്ട്. അന്നത്തെ വാർത്തകളും ഞാൻ വായിച്ചത് ഒരു ഭാഗം മാത്രം വായിച്ചത്. 78 എന്ന താങ്കൾ എടുത്ത് പറയും CBI FIR-ൽ ഞാനിപ്പോൾ പ്രതികളുടെ പേരടക്കമല്ലേ വായിച്ചത്? ശരി, അങ്ങനെ മുഴുവൻ പ്രതികളെ വായിക്കും. ഞാൻ ആ റിപ്പോർട്ട് വായിക്കാം.
ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം പത്രത്തിൽ മാറാട് കലാപ കേസിലെ ഗൂഢാലോചനയെ കുറിച്ച് പറയുന്നതിലെ രണ്ട് നിങ്ങളിപ്പോ ഭാഗം. മാധ്യമപത്രത്തെ കേൾക്കൂ, പോയി കേൾക്കൂ, quote കേൾക്കൂ. ചെയ്തത് എന്തിനാ? ഒന്നാം പ്രതി പി മൊയ്തീൻ കോയ, മായിൻ ഹാജി, പിന്നീട് വെറുതെ വിടുന്നുണ്ട് NDF നേതാക്കൾ, മാറാട് മഹല്ല് കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ തുടങ്ങിയവരാണ് മറ്റു പ്രതികൾ. എവിടെ CPIM? എവിടെ CPM? മാധ്യമം പത്രമാണ്. ഞാൻ കോട്ട് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ പത്രത്തിൽ ഒരു റിപ്പോർട്ടാണ്. പരിശോധിച്ചാൽ മതി. അതാണ് എങ്കിൽ എവിടെ അങ്ങയുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു എനിക്ക് പറയുന്നതിനെയാണ് ഞാൻ 78 പേർ CPM അംഗങ്ങളാണ്. കമ്മീഷന്റെ റിപ്പോർട്ടിലെ പരാമർശം കൂടി ഞാൻ പറയുമ്പോൾ അങ്ങ് പിന്നെ ആ നുഴഞ്ഞു കയറിയത് വാചകത്തെ അങ്ങ് എന്തിനാണ് മാറ്റി പറയുന്നത്? കമ്മീഷൻ പറഞ്ഞ കാര്യമാണ് സാർ പറഞ്ഞത്. കമ്മീഷൻ പറഞ്ഞ വാചകമാണ് പറഞ്ഞത്. എങ്കിൽ സ്മൃതി പറയൂ, ഏത് ബ്രാഞ്ചിൽ, ഏത് ഏരിയയിൽ, ഏത് ബ്രാഞ്ച് ഏരിയ എന്നൊന്നും കമ്മീഷൻ പറഞ്ഞു. അങ്ങനെയാണ് പാർട്ടി. ശരി, അങ്ങനെയാണ് പാർട്ടി. ശരി, എന്നാ അങ്ങനെ 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 അങ്ങ് പറഞ്ഞു. അങ്ങേക്ക് അറിയാമെങ്കിൽ പറയൂ. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. പറയൂ. ബ്രാഞ്ച് കമ്മിറ്റി ഒന്നും എനിക്കറിയില്ല. വസ്തുത ബ്രാഞ്ച് കമ്മിറ്റി ഒന്നും എനിക്കറിയില്ല. ബ്രാഞ്ച് കമ്മിറ്റി പ്രാദേശിക നേതാവിന്റെ പേരടക്കം വായിച്ചു. താങ്കൾ ഒരു CPM പ്രതി ചേർത്തു എന്നാ ഞാൻ പറഞ്ഞത്, ശിക്ഷിച്ചു എന്നല്ല. ഇനി താങ്കൾ പറയും CPM നേതാവിന്റെ വേണ്ട. താങ്കൾ 78 പേരിൽ ഒരാളുടെ നിർത്തു ശ്രീ അരുൺ. CPM കേന്ദ്രങ്ങളിൽ കിട്ടുന്ന വിവരം മാത്രം വെച്ചിട്ട് ചർച്ച നടത്താൻ പറ്റില്ല. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. 78 CPM ആരാണെന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ 78 പേര് എഴുതി വെച്ചിട്ടില്ല ചർച്ചയിലിരിക്കുന്നത്. ഒരാളുടെ പേര് പറ. എനിക്ക് സൗകര്യമില്ല. അതെന്ത് ഏർപ്പാടാണ്? CPM-ന്റെ അംഗങ്ങളാണ് പ്രതികൾ എന്ന് പറയുക. അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയാൻ കാര്യം നിങ്ങൾ ആടിനെ പട്ടിയാക്കരുത്. ഞാൻ മാറാട് കേസിലെ പ്രതികൾ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ 78 പേർ. ആ പ്രതികളിൽ 78 പേർ CPM-കാരുണ്ട്. ഒരാളുടെ പേര് പറയും. എനിക്ക് പറയാൻ സൗകര്യമില്ല. ഇതൊക്കെയാണ് നമ്മൾ ചർച്ചയല്ലേ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ പറയാ ജനാധിപത്യപരമായിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചത് എവിടെയാണ് താങ്കളോട് തർക്കിച്ചത്? അങ്ങനെ പറയാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റില്ല? അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്? റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക മേഖലയിൽ നിന്ന് വിവരമാണ് അങ്ങ് പറഞ്ഞോളൂ. അല്ല, ഞാൻ വായിച്ചത് പത്രത്തിലാണ്, മാധ്യമം പത്രത്തിലാണ്. അങ്ങേക്ക് ഇത്രയും കാലം ഇല്ലാത്ത മാധ്യമം പത്രത്തിലെ ഒരു ഭാഗം എനിക്കറിയാന്നേ. ഗൂഗിൾ ചെയ്താൽ മതി. നിങ്ങൾ ഗൂഗിൾ ചെയ്തോളൂ. ഗൂഗിൾ ചെയ്ത് വായിച്ചോളൂ. ഇതെന്താണ് സ്മൃതി? മാധ്യമ പത്രത്തിൽ വായിച്ചാലും സ്മൃതി സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? ഇനി അപ്പം ആ കാര്യത്തിൽ പ്രേക്ഷകർക്ക് തീരുമാനമുണ്ടോ? തീരുമാനിച്ചോട്ടെ, പ്രേക്ഷകർ തീരുമാനിച്ചോട്ടെ. അപ്പൊ നോക്കൂ, അല്ല ഞാൻ കൺക്ലൂഡ് ചെയ്തല്ല, അതൊക്കെ എന്റെ അവകാശമാണ്. ഞാൻ എന്ത് പറയണം എന്നുള്ളത് പക്ഷെ കൺക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ചർച്ചയുടെ എന്റെ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം പ്രേക്ഷകർക്ക് മനസ്സിലായി. ശരി. ഇനി ഞാൻ ഒന്നുകൂടി അത് വായിക്കാം. എന്താണ് 2010 പറഞ്ഞത്? അത് പറഞ്ഞതിൽ ഒരു വാചകമെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും വീര്യമുള്ള ഒരു വാചകം AK ബാലൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്ന് 2010 പിണറായി വിജയൻ പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. കലാപഭൂമിയിൽ വെറുപ്പിന്റെയും ഹിംസയുടെയും തീ കൊളുത്തുന്ന ഏതു ശക്തിയെയും ചെറുത്തു തോൽപ്പിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ അനിവാര്യമായ കർത്തവ്യമാണ്. അതിനാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖം മൂടി വലിച്ചു കീറുക എന്ന ദൗത്യവും CPM-നുണ്ട് എന്ന് അന്ന് പിണറായി വിജയൻ പറയുന്നു. ഒരു നിമിഷം, ഞാൻ എൻ്റെ സമയമാണ്, തീർക്കട്ടെ. ഇതിനുശേഷം അന്ന് ഈ വാചകം ഇന്നാണ് പറയുന്നതെങ്കിൽ ഇതേ ഇരവാദം തന്നെ ഉന്നയിക്കും. അത് തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് രാഷ്ട്രീയ യുക്തിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വിമർശിക്കുമ്പോഴോ ന്യൂനപക്ഷമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വർഗീയത പറയുന്ന സംഘടനകൾ അതേതുമാവട്ടെ അവയെക്കുറിച്ച് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്ന തരത്തിലുള്ള ഇരവാദം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതാദ്യമായിട്ടല്ലല്ലോ AK ആന്റണി പറഞ്ഞതിനെ നമ്മൾ എന്തിനാ ലഘൂകരിക്കും? ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ, ന്യൂനപക്ഷം സംഘടിതമായി വിലപേശുന്നു എന്നാണ് AK ആന്റണി പറഞ്ഞത്. എപ്പോഴാ? 2003 ശേഷം. എപ്പോ? മാറാട് കലാപത്തിന് ശേഷം സംഘടിതമായി ന്യൂനപക്ഷം വിലപേശി ചില സ്ഥാനങ്ങൾ അവർ സ്വന്തമാക്കുന്നു എന്നൊരു വിമർശനം AK ആന്റണി ഉന്നയിച്ചില്ലേ? കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തല്ലേ? അന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്, ന്യൂനപക്ഷത്തെക്കുറിച്ചല്ലേ പറഞ്ഞത്. അന്ന് പറഞ്ഞത് ഏത് പാർട്ടിയെക്കുറിച്ചാ? അത് മുസ്ലിം ലീഗിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അന്നില്ലാത്ത പൊള്ളൽ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറയുമ്പോൾ ഉണ്ടാകുന്ന പൊള്ളലായിട്ട് മാറുന്നത്? ദാറ്റ് ഈസ് നമ്പർ 1. അന്ന് 5ാം മന്ത്രി സ്ഥാനം വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? അത് രാഷ്ട്രീയമായ പക്വപരമായ ഒരു തീരുമാനമായിരുന്നു എന്നാണോ? അല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അല്ലല്ലോ പറഞ്ഞത്, അന്ന് മുസ്ലിം ലീഗിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അന്നില്ലാത്ത പൊള്ളൽ എന്താ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാവുന്നത്? ഇതാണ് ഇതിലെ രാഷ്ട്രീയമായ ചോദ്യം.
ആ രാഷ്ട്രീയ ചോദ്യം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഏതെങ്കിലും തരത്തിൽ ലീഗിനെ കുറിച്ച് ഈ സമയം പറഞ്ഞിട്ടില്ലാന്നേ. അല്ല, ഈ സമയം മുസ്ലിം, ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം വിമർശിക്കാത്ത പ്രശ്നമൊന്നുമില്ല, വിമർശിക്കാം. പക്ഷെ ഈ സമയം വരെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ആകെ ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ചും SDP-നെ കുറിച്ചും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല, മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ് എന്ന രാഷ്ട്രീയ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ മുസ്ലിങ്ങളില്ലേ, ഈ CPM-ലെ ആ പാർട്ടിയിൽ അവർ തള്ളി പറയോ? ചിന്തിച്ചാ പോരെ. ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗ് കണക്കാക്കിയിരിക്കുന്നത് എങ്ങനെയാ? പാകിസ്ഥാൻ ലീഗ് എന്നാ. ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗ് കണക്കാക്കിയിരിക്കുന്നതോ തീവ്ര വർഗീയമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കക്ഷി എന്നാണ്. ഇത് ഒരുമിച്ച് പോവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ? പക്ഷേ ഇപ്പോൾ എന്താ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അധികാരമുണ്ടാകുമ്പോൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കുന്നു. അതിൽ ലീഗ് ഉണ്ടാകുന്നു. ലീഗിലെ ഒരു നേതാവ് ഒരു പ്രാദേശികമായ മറ്റൊരു നേതാവിന് വേണ്ടിയിട്ട്, ഒരു വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് ക്യാമ്പയിൻ ചെയ്യുന്നത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ശരി, നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഒരു മിനിറ്റ്, എനിക്ക് പോലീസ് എഫ്ഐആറിലെ വിവരം കിട്ടിയിട്ടുണ്ട്. പോലീസ് എഫ്ഐആറിലും 77 CPM പ്രവർത്തകർ എന്ന് തന്നെയാണ് പറയുന്നത്. CPM സിമ്പത്തൈസേഴ്സ് അല്ല, CPM പ്രവർത്തകർ. അപ്പോൾ രണ്ടിടത്താണ് ഈ പ്രയോഗങ്ങളുള്ള ഈ പരാമർശമുള്ളത്. പോലീസിന്റെ എഫ്ഐആറിലുമുണ്ട്, അതോടൊപ്പം തോമസ് പി ജോസഫിന്റെ കമ്മീഷൻ റിപ്പോർട്ടിലുമുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. NDFകാർ CPM-ലൂടെ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫ്ഐആറിലുമുണ്ട്, തോമസ് പി ജോസഫിന്റെ കമ്മീഷന്റെ റിപ്പോർട്ടിലുമുണ്ട്. ആരുടെ പോലീസ്? അതാരായിരുന്നു മുഖ്യമന്ത്രി? കെ കരുണ. ആഭ്യന്തര വകുപ്പ്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ മായിൻ ഹാജിയൊക്കെയോ? ഇടതുപക്ഷ സർക്കാരിന്റെ CBI ആയിരുന്നു. ഓ, ഓക്കെ, ശരി. അത് CBI ആരാ? അപ്പൊ ഒരു പുതിയ ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ AK ആന്റണി ഭരിക്കുന്നു, പിന്നെ UDF ഭരിക്കുന്നു, ലീഗാലി ഘടകകക്ഷിയാവുന്നു, CBI അന്വേഷിക്കുന്നു. ആ സമയത്ത് ആരാ കേന്ദ്രം ഭരിക്കുന്നതെന്ന് അറിയോ? BJP അല്ല, BJP ആണ്. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ ഞാനൊരു കാര്യം പറയുന്നത് അറിയോ? ആ സമയത്ത് ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് അവിടുത്തെ അന്വേഷണ സംഘം ഇതിന്റെ അകത്ത് വ്യക്തിപരമായ പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് പറയാനുള്ള കാരണം. അതെന്തുകൊണ്ടാണ്? അവിടെ രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടല്ല. അവിടെ ഇനി ഈ സാധനം അതുകൊണ്ടാണ് ഈ 62 കാര്യമേ ഉള്ളൂ. ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതായി മനസ്സിലാക്കുന്നത്, ഇടതുപക്ഷം ഭരിച്ച കഴിഞ്ഞ 9.5 വർഷവും കലാപബാധിതമായ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കലാപത്തിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വഖഫ് നമ്മളെല്ലാവരും ഭയപ്പെട്ടിരുന്നതാണ്. പക്ഷേ വഖഫിന്റെ കാര്യത്തിൽ പോലും എത്ര സമചിത്തതയോടു കൂടിയാണ് സർക്കാരും കേരളത്തിലെ പൊതുസമൂഹവും ഇടപെട്ടത്. അതിനകത്ത് ലീഗ് അടക്കമുള്ളവർ ഇടപെട്ടു. അതിനകത്ത് ഒരു സംശയമില്ല. വളരെ സമാധാനത്തോടു കൂടിയാണ് ലീഗിനെ കുറ്റം പറയണം. എങ്ങനെ രാഷ്ട്രീയമായി നിങ്ങൾ അതെ, പക്ഷെ അതിനെ വർഗീയമായിട്ടല്ല കണക്കാക്കുന്നത്. വർഗീയ കക്ഷികളുമായി ലീഗിനില്ല സാറേ. ഞാൻ ചോദിക്കുന്നത്, ഈ പിണറായി വിജയന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ലീഗ് പ്രസിദ്ധീകരിച്ച് കണ്ടോ നിങ്ങൾ? ലീഗ് മിണ്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് ലീഗ് മിണ്ടാത്തത്? അവർക്ക് ആ കാര്യം മനസ്സിലാവുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് ലീഗിന് നല്ല ബോധ്യമുണ്ട്. ഞാൻ പറയുന്നത് എന്താ അറിയോ? ഞാൻ പറയുന്നത് കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് മാത്രമാണ്. ആ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു, ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി ഈ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്ന മറുപടി പറയുന്നുണ്ടോ? അതിന് പറയേണ്ട കാര്യമില്ല. അതുപോലെ പിണറായി വിജയന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ലീഗിന് അതൊരു പ്രശ്നമില്ല. പക്ഷെ 77 പ്രതികൾ എഫ്ഐആറിലുണ്ട്, തോമസ് പി ജോസഫിന്റെ കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നത് അന്നത്തെ സർക്കാർ ആരാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ NDFകാരുണ്ട്, ലീഗിലെ മായിൻ ഹാജി അടക്കമുള്ള CPM-ന്റെ 77 പേര് കാര്യങ്ങളൊക്കെ മാറി. അത് എന്താ CBI അന്വേഷണത്തിൽ വിടാഞ്ഞത്? ഇത് CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ആവശ്യപ്പെടുമ്പോൾ AK ആന്റണി കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് പോകുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടിയെ പ്രവേശിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ തിരിച്ചു മടക്കി കൊണ്ടുപോയി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് എന്താ തെറ്റുള്ളത്? വസ്തുതയല്ലേ? കുഞ്ഞാലിക്കുട്ടി മടങ്ങി എന്നതാണ് അങ്ങ് മനസ്സിലാക്കാത്ത എന്താ? കുഞ്ഞാലിക്കുട്ടി മടങ്ങുകയാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് അതിനൊക്കെയുള്ള ബാബറി മസ്ജിദിന്റെ കാലത്ത് അത് കത്തിക്കരുത്, നിങ്ങൾ സംയമനം പാലിക്കണമെന്ന നിലപാട് ഇതേ വർത്തമാനം എളമരം കരീമിനോട് ഒരു ഭാഗത്ത് അന്നത്തെ മന്ത്രിയായിരുന്ന അന്നത്തെ മന്ത്രിയായിരുന്ന VK കുഞ്ഞാലിക്കുട്ടിയും AK ആന്റണിയും കൂടി വരുന്നു. നിങ്ങൾ കടക്കരുതെന്ന് അവിടെയുള്ള ഒരു വിഭാഗം ആളുകൾ പറയുന്നു. ആ സർക്കാരിന്റെ സമയത്ത് പ്രദേശത്തേക്ക് മറുഭാഗത്ത് VKC മുഹമ്മദ് കോയ, ഇളമരം കരീം, ഒരു മുൻ MLA യും MLA യും കൂടി അവിടേക്ക് വരുന്നു. ആ സമയത്തും കടക്കരുതെന്ന് കേട്ടു. കടക്കാതിരുന്നോ? കടന്നോ?
കടന്നുപോയി. അത് വെല്ലുവിളിച്ചുകൊണ്ടല്ല, അവിടെ ഒരാളുടെയും ഇടയിൽ വഴങ്ങിക്കൊടുക്കുന്നതല്ല കലാപത്തിന്റെ സമയത്ത്. ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ അധീശത്വം നിലനിർത്തുന്നതിലല്ല, അവിടെ രാഷ്ട്രീയമായിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലാണ് ഇച്ഛാശക്തി, അതല്ലാതെ കീഴടങ്ങുന്നതിലല്ല എന്നത് മാത്രമാണ്. അത് തന്നെയാണ് സംഭവിച്ചത്. അതാണ് പറഞ്ഞത്, രണ്ടാം മാറാട് കലാപം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? അവിടുത്തെ പോലീസ് വീഴ്ചയാണ്. ആ പോലീസ് വീഴ്ചയാണ് ഈ കേരളത്തിലല്ല, ഇന്ത്യയിൽ. ഗുജറാത്തിലല്ലാതെ ഒരു കലാപം നടന്ന് 15 മാസത്തിനുള്ളിൽ ഒരു തുടർ കലാപം ഏകദേശം അതേ പ്രദേശത്ത് തന്നെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരുടെ വീഴ്ചയാ? അത് പോലീസിന്റെ വീഴ്ചയല്ലേ? ആ പോലീസ് UDF എന്തുകൊണ്ട് അങ്ങനെ വീഴ്ച വരുന്ന അറിയോ? കുറച്ച് ആൾക്കാർ അവിടെ കൂടെ നിന്നിട്ട് പറയാണ് ഒരു മുസ്ലിമുകളെ ഇങ്ങോട്ട് കടക്കരുത് തിരിച്ചു പോയിക്കോളാൻ പറയുന്ന ശൈലിയിലേക്ക് മാറി എന്നുള്ളത്, അതാണ് വീഴ്ച എന്ന് പറയുന്നത്. അപ്പൊ മുഖ്യമന്ത്രി ബാലനൊപ്പമോ എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി ബാലനൊപ്പമാണ്. യെസ് എന്ന് 3. Meet the editors.